ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന വാഹനവേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതുമായിട്ട് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കേന്ദ്ര സർക്കാർ പൊളിയാണ്, ഏത് കൊല കൊമ്പനെയും പൊക്കും എന്നുള്ള ഒരു സന്ദേശം. രണ്ടാമത്തേത്, ഭരിക്കാനറിയാത്ത ഭരണ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഒരു പൗരൻ വാങ്ങിയ വാഹനം വർഷങ്ങൾക്കു ശേഷം അതിൻ്റെ ബാധ്യത എവിടെ നിന്നെല്ലാം വാങ്ങി, ആരെല്ലാം കൈമറിഞ്ഞെത്തി, ഇതിൻ്റെ ശരിക്കുമുള്ള ഒന്നാമത്തെ ഉടമസ്ഥാവകാശം ആർക്കുള്ളതാണ് എന്നെല്ലാം തെളിയിക്കേണ്ട ബാധ്യത 5, 6, 7 പ്രാവശ്യം ഉടമസ്ഥാവകാശം മാറി വന്നു ചേർന്ന ഒരു പൗരൻ തെളിയിക്കേണ്ടി വരുന്നത് എത്ര വലിയ ദുര്യോഗമാണ്. വളരെ മോശപ്പെട്ടതും വൃത്തികെട്ടതുമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതുമാത്രമല്ല, ഇതുപോലെ നൂറുകണക്കിന് നിയമങ്ങൾ ഈ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തിൻ്റെ കുന്തമുനയെല്ലാം പൊട്ടിച്ചു കളയേണ്ട ബാധ്യത രാജ്യത്തെ പൗരനാണ് എന്നാണ്. നാളെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ആരോപണം കേന്ദ്ര സർക്കാർ ഏജൻസി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പ്രതിയല്ല, സുതാര്യവാനാണ്, നിങ്ങൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. എത്രത്തോളം ഭീകരമാണിത്! ഇക്കാലം വരെ അങ്ങനെ ആയിരുന്നില്ല. ഒരു തെറ്റു നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള തെളിവുകളോടും കൂടി നിങ്ങൾക്കു നേരെ ഒരു ഉദ്യോഗസ്ഥന് വരാൻ കഴിയുമായിരുന്നു. അതിൽ തെളിവുകളുടെ പിൻബലം ആവശ്യമായിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ പിടിക്കുകയാണ്, ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു പൗരനെ നിലക്ക് നിർത്തുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നു. നിലക്ക് നിർത്തുകയല്ല, പ്രതികാര നടപടിയാണ്. നിങ്ങളോടുള്ള ഏതൊരു വിദ്വേഷത്തിന്റെ പേരിലും എന്തെങ്കിലും ഒരു നോട്ടീസ് നിങ്ങൾക്ക് നൽകിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിനുള്ള മാർഗങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നു. ഇതിനെല്ലാം കൈയടിക്കുന്നവർ പാഴ്ജന്മങ്ങളും ഇത് ചെയ്യുന്ന ജനാധിപത്യ സർക്കാരുകൾ എന്ന് പറയുന്നത് കഴിവുകെട്ട രാജഭരണം പോലെയുള്ള സംവിധാനങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കണം.